ഉത്തരം മുട്ടുമ്പോൾ കൊഞ്ഞനം കുത്തുന്ന ഏർപ്പാടാണ് PM ആർഷോയിൽ നിന്നുണ്ടാകുന്നത്. തിങ്കളാഴ്ച റിപ്പോർട്ടർ ചാനലിൽ നടന്ന ചർച്ചയ്ക്കിടെ കോൺഗ്രസ് നേതാവ് ജിൻഡോ ജോൺ ആർഷോയെ എടുത്തിട്ട് അലക്കുന്ന കാഴ്ചയാണ് കണ്ടത്. സ്വർണ്ണക്കൊള്ളക്കേസും CPMന്റെ ഡീൽ വിവാദവുമെല്ലാം ചേർന്ന ചർച്ചയായിരുന്നു റിപ്പോർട്ടർ ചാനലിൽ നടന്നത്. ചർച്ച നയിച്ച സ്മൃതി പരുത്തിക്കാട് എന്ന വനിതാ മാധ്യമ പ്രവർത്തക ആവശ്യത്തിന് സമയം അനുവദിച്ചില്ലെന്ന് ചൂണ്ടിക്കാട്ടി വൻ കലിപ്പിലാണ് ആർഷോ ചർച്ചയുടെ ക്ലൈമാക്സിലിരുന്നത്. എത്ര സമയം അനുവദിക്കും എന്ന ചോദ്യത്തിന് അവതാരിക 3-4 മിനിറ്റ് അനുവദിക്കാമെന്ന് അറിയിച്ചു. ഇതോടെ ആർഷോ പൊട്ടിത്തെറിക്കുകയായിരുന്നു. ചർച്ചയിൽ നിഷ്പക്ഷമായി ഇടപെടണമെന്നും കോൺഗ്രസ് പ്രതിനിധിക്ക് അടക്കം അധിക സമയം നൽകിയെന്നുമെല്ലാം ആർഷോ പരാതിയിൽ ചൂണ്ടിക്കാണിച്ചു. ഈ പരാതി പറയുന്ന സമയത്ത് ജിൻഡോ ചോദിച്ച ചോദ്യത്തിന് മറുപടി പറയൂ എന്ന് അവതാരിക ചോദിച്ചതോടെ ആർഷോയ്ക്ക് ഉത്തരം മുട്ടി. പിന്നാലെ ചാനൽ മൈക്ക് വലിച്ചെറിഞ്ഞ് ആർഷോ ചാനൽ ചർച്ച ബഹിഷ്കരിക്കുകയായിരുന്നു. ചോദ്യങ്ങൾക്ക് മറുപടിയില്ലാതെ ഇങ്ങനെ ക്ഷോഭിച്ചിട്ട് കാര്യമില്ലെന്നാണ് അവതാരിക പറഞ്ഞത്. പിന്നാലെ ഇത് സംബന്ധിച്ച വിവാദങ്ങൾക്ക് അവർ തങ്ങളുടെ സാമൂഹിക മാധ്യമ അക്കൗണ്ടിലൂടെ മറുപടി പറഞ്ഞു. റിപ്പോർട്ടർ ലൈവിലെ ചർച്ചയിൽ നിന്ന് SFI നേതാവ് PM ആർഷോ ഇറങ്ങിപ്പോയ സംഭവം എല്ലാവരും കണ്ടതാണല്ലോ എന്ന് ചോദിച്ച മാധ്യമപ്രവർത്തക മറ്റു നേതാക്കൾക്ക് കൂടുതൽ സമയം നൽകി എന്നൊരു കാരണം പറഞ്ഞാണ് നേതാവ് ഇറങ്ങിപ്പോയതെന്ന് പറയുന്നുണ്ട്. സുപ്രധാനമായ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയാതെ മുങ്ങുകയാണ് ആർഷോ ചെയ്തതെന്നും മാധ്യമപ്രവർത്തക ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. കൃത്യമായ ചോദ്യങ്ങൾ ഉയരുമ്പോൾ അതിൽ നിന്ന് ഒളിച്ചോടുന്നത് ശരിയായ ജനാധിപത്യ രീതിയല്ല. സമയമില്ല എന്നൊക്കെ വെറുമൊരു ന്യായീകരണം മാത്രമാണ്. ചോദിച്ച ചോദ്യങ്ങൾക്കും ഉപചോദ്യങ്ങൾക്കും ഉത്തരം പറയാതെ ഇറങ്ങിപ്പോയാലും ആ ചോദ്യങ്ങൾ അവിടെ തന്നെ ബാക്കിയുണ്ടാകുമെന്നും അവർ ആർഷോയെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. ജനങ്ങൾക്ക് അറിയേണ്ട കാര്യങ്ങൾ ചോദിക്കാൻ വേണ്ടിയാണ് ഇത്തരം ചർച്ചകൾ നടത്തുന്നത്. അവിടെ എപ്പോഴും ഇഷ്ടമുള്ള ചോദ്യങ്ങൾ മാത്രം പ്രതീക്ഷിച്ചു വരുന്നതിൽ യാതൊരു അർത്ഥവുമില്ലെന്നും അവർ SFI നേതാവിനെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. മാധ്യമധർമ്മം യാതൊരു വിട്ടുവീഴ്ചയുമില്ലാതെ തുടരുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ മാധ്യമപ്രവർത്തക ബുദ്ധിമുട്ടുള്ള ചോദ്യങ്ങൾ ഇനിയും ഉയരുമെന്ന മുന്നറിയിപ്പും ഇടതിൻ്റെ യുവ നേതാക്കൾക്ക് നൽകുന്നുണ്ട്. ചർച്ചയിൽ ആർഷോയുടെ പൊട്ടിത്തെറിച്ചുകൊണ്ടുള്ള മറുപടി കണ്ടു നോക്കാം. ഈ ചർച്ചയുടെ ആദ്യഘട്ടത്തിൽ അങ്ങ് എനിക്ക് അനുവദിച്ചെന്ന 5 മിനിറ്റിന് ബഹുഭൂരിപക്ഷ സമയവും അങ്ങ് ഇടപെട്ടുകൊണ്ടിരിക്കുകയായിരുന്നു. അതിനുശേഷം ഈ ചർച്ചയുടെ മുക്കാൽ പങ്ക് ഒരു രാഷ്ട്രീയ മുന്നണിയിലെ 2 പാർട്ടിയുടെ നേതാക്കന്മാർ, കോൺഗ്രസിന്റെ പ്രതിനിധി, അതേപോലെ തന്നെ UDF മുന്നണിക്കകത്തെ RSPയുടെ നേതാവ്, ഈ 2 പേരും ഈ ചർച്ചയുടെ മുക്കാൽ സമയവും എടുത്ത് നടത്തിയിട്ടുള്ള അഭിപ്രായ പ്രകടനങ്ങൾ, അതിനകത്ത് മറുപടി പറയുന്നതിന് വേണ്ടി അങ്ങ് ഈ ചർച്ചയുടെ അവസാനത്തെ 2 മിനിറ്റ് എനിക്ക് അനുവദിച്ചു തരികയാണ്. എന്ത് വിരോധാഭാസമാണ്! ഞാൻ ഈ പറഞ്ഞ എനിക്ക് വേറെ പണിയില്ലാതെ നടക്കുന്ന ആളല്ല, അങ്ങ് മനസ്സിലായിക്കോ. എൻ്റെ 1 മണിക്കൂർ സമയം ഇവിടെ റിപ്പോർട്ടർ ചാനൽ വന്നിരിക്കുന്ന നേരത്ത് എനിക്ക് 100 പണി ഇവിടെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് നടത്താനുണ്ട്. ശുദ്ധ തോന്നിവാസാണ് അങ്ങ് കാണിച്ചുകൊണ്ടിരിക്കുന്നത്. മാന്യതയില്ലായ്മയാണ് ഇത്. ഇത് മാധ്യമ പ്രവർത്തനാണോ അതെങ്കിൽ മറ്റെന്തെങ്കിലും ഇവർ ഈ 3/4 മണിക്കൂർ സമയം എന്റെ അതിഥികളിൽ നേതാക്കളാരുമില്ല. അദ്ദേഹം രാഷ്ട്രീയ നിരീക്ഷകരാണ്. നേരത്തെ നിങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്ന രാഷ്ട്രീയ നിരീക്ഷകനായിരുന്നു. ഇപ്പോൾ അങ്ങനെയല്ല എന്നതുകൊണ്ട് ഒരു നേതാവൊന്നുമല്ല. അദ്ദേഹം ഒരു അംഗത്വം എടുത്തു എന്നേ ഉള്ളൂ. സമയം കളയാണ്ട് ആർഷോ മറുപടി പറയൂ. ആർഷോ, ഇത് എന്തിനാണ് ഈ ബഹളം വെക്കുന്നത്? ആർഷോ പകുതി സമയവും ബഹളത്തിന് സമയം കളയാണ്, ഉത്തരത്തിലേക്ക് വരുന്നില്ല. എടുത്തു നോക്കൂ, ആർഷോ എടുത്തു നോക്കിയാൽ മതി. ഈ 1 മണിക്കൂർ ചർച്ചയുടെ 3/4 മണിക്കൂർ 2 മിനിറ്റിൽ ഞാൻ ഇതിന് മറുപടി പറയണമെന്നാ പറയുന്നത്. ഞാൻ 4 മിനിറ്റ് മറുപടി പറയാൻ ഞാൻ പറഞ്ഞല്ലോ. 3 മിനിറ്റ് ബഹളം വെക്കുകയാണല്ലോ ആർഷോ. ഇത്തരത്തിലുള്ള ചർച്ചക്കകത്ത് പങ്കെടുക്കാനും താല്പര്യപ്പെടുന്നില്ല. ജനാധിപത്യപരമായി പെരുമാറും ആർഷോ. നോക്കൂ, ഇത് എന്തിനാണ് ഒരു ആവശ്യമില്ലാത്ത ബഹളമാണ് ആർഷോ. ഒരു ജനാധിപത്യ സ്മൃതി അങ്ങ് ജനാധിപത്യം ഒന്നും പറയല്ലേ. അങ്ങ് ജനാധിപത്യം നിങ്ങൾക്ക് എന്തിനാണ് ഇത്ര അസഹിഷ്ണുത? പല അഭിപ്രായങ്ങളെ കേൾക്കുന്നതിൽ എന്താണ് അങ്ങേക്ക് ഒരു ബുദ്ധിമുട്ട് ആർഷോ? എന്ത് പ്രശ്നമാണ് ഈ ചർച്ചയിൽ ഉണ്ടായിട്ടുള്ളത്? ആർഷോയ്ക്ക് മാത്രമാണ് പ്രശ്നം. ശേഷം അങ്ങ് 2 മിനിറ്റ് ആർഷോ പറഞ്ഞോളൂ, സമയമല്ലേ തരുന്നത്. ആർഷോ പറയൂ, ആർഷോയ്ക്ക് പറയാനുള്ള സമയമാണ്. സമയം കളയാൻ അങ്ങയോട് ചർച്ച നടത്താനും അങ്ങയുടെ ഇത്തരത്തിലുള്ള ജനാധിപത്യ വിരുദ്ധമായ ഇടപെടലിന് ഇരുന്ന് തരാനും എനിക്ക് താല്പര്യവുമില്ല, സമയവുമില്ല. അങ്ങ് നടത്തിക്കോ ദയവ് ചെയ്ത്. ഇത് നിങ്ങളുടെ ഈ പറഞ്ഞ റിപ്പോർട്ടർ ചാനലിന്റെ പ്രതിനിധികളെ കൊണ്ട് ഇങ്ങോട്ട് വിളിപ്പിച്ചിട്ട് ചർച്ചയ്ക്ക് വരുമെന്ന് പറഞ്ഞ് വിളിക്കാതിരിക്കുക. ചർച്ചയിൽ ഉന്നയിച്ച ഒരു ചോദ്യത്തിന് പോലും ഉത്തരം പറയാതെ 8 മണിയാകുമ്പോൾ ഇറങ്ങിപ്പോകൽ നാടകം നടത്തുന്ന ഇത് കുഴപ്പമില്ല. ഇപ്പൊ ഒന്നും ചെയ്യാനില്ല ആർഷോ. എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ഉപചോദ്യങ്ങൾ ഇഷ്ടപ്പെടാത്ത ഒരു അതിഥിയായി ആർഷോ ഇരിക്കുന്നത് എന്താണ്? ഇതിനു മുമ്പ് ചർച്ചയ്ക്ക് ഇരുന്നിട്ടുള്ളതാണ്. ഉപചോദ്യങ്ങൾ ഉണ്ടായിരുന്നു, അന്ന് ആർഷോന് പ്രശ്നമില്ലായിരുന്നു. ഇന്ന് എന്താണ് പറ്റിയെന്ന് എനിക്കറിയില്ല. നമുക്ക് അതിഥികളെ വിളിക്കുന്നത്, എനിക്ക് താല്പര്യമുള്ള അതിഥികളെ അല്ലെങ്കിൽ നന്നായി സംസാരിക്കുന്ന അതിഥികളെ വിളിക്കും. അതിൽ ആരെ വിളിക്കണമെന്നുള്ള നിശ്ചയം കൂടി, തീരുമാനം കൂടി നിങ്ങൾ എടുക്കാതിരിക്കുക.